ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി കെട്ടിയ ഒരു ഓൺ വോയിസ് വീഡിയോ വ്ലോഗ് ഇടാന്ന് വെച്ചത്. ഞാനും എൻ്റെ അനിയനും ട്രെയിനിൽ കയറി കോട്ടയം എത്തി. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഡെസ്റ്റിനേഷനിലെത്തി. അതിനിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കും ഇതിന് റോൾ ഉണ്ട്. യെസ്, ദ എജു എക്സ്പോ 2026. എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇതിന്റെ 2 വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് വൈ ഐ ആം ഹിയർ, ഐ വാസ് ഓണർഡ് വിത്ത് ദ സോഷ്യൽ മീഡിയ എക്സലൻസ് അവാർഡ്. എജു എക്സ്പോന്റെ ആദ്യത്തെ വീഡിയോ ഇട്ട ശേഷം എനിക്ക് 4 lakh plus വ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ അറൌണ്ട് 50K above ഉണ്ടായിരുന്നു. ആൻഡ് ദ ടീം റിയലി ലവ്ഡ് മൈ വേ ഓഫ് പ്രസന്റേഷൻ. ആ വീഡിയോസിൽ നിന്ന് നമുക്ക് ഒരുപാട് രജിസ്ട്രേഷനും കിട്ടി. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി തന്ന സഹാറ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയോടും എജു എക്സ്പോനോടും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആങ്കറിംഗ് ഒക്കെ ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ DB കോളേജിൽ ചേർന്നു. അവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ്. ശേഷം ഞാൻ മഹാരാജാസ് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കിതിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഒരുപാട് പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് ധൈര്യം തന്നത് മഹാരാജാസ് ആണ്. അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അവാർഡൊക്കെ മേടിച്ചു. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സെൽഫോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ഒരു ലക്കി കൂപ്പൺ ഫിൽ ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞു. കൂട്ടത്തിൽ ഞാനും വെറുതെ അങ്ങ് ചെയ്തു. അവരുടെ ലക്കി ഡ്രോയിൽ എനിക്ക് സെക്കൻഡ് പ്രൈസും കിട്ടി. അതും ബോട്ടിന്റെ ഒരു കിഡ്ലൻ സ്മാർട്ട് വാച്ച്. ഒരു പ്രൈസിന് വേണ്ടി പോയ ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് വേറൊരു ഷൂട്ടിനും പോയി. ഇങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. കൂടെ എൻ്റെ എഡിറ്റർ ഫ്രണ്ടിനും. അങ്ങനെ അറയിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ സ്ഥാപിച്ചു.